അഗെയിൻ ഫൈനലിൽ സഞ്ജു പിന്നെയും 89 റൺസ് അടിച്ചിരിക്കുകയാണ്. കൺസിക്യൂട്ടീവായിട്ട് 3 മാച്ചസിൽ സഞ്ജുവിന്റെ ഒരു ഫോമിന്റെ ഒരു പരകോടിയിൽ എത്തിച്ച രീതിയിലാണ് റൺസ് അടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല. ബാക്ക് ടു ബാക്ക് സിക്സസും ഫോഴ്സും എല്ലാം അടിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതും ഈ ഒരു പ്രഷർ മാച്ചസിൽ ബ്രില്യൻ്റ് ആയിട്ട് സഞ്ജു പ്രഷർ ഹാൻഡിൽ ചെയ്ത് കളിച്ചിട്ടുണ്ട്. പുള്ളി മെച്യൂർ ആയിട്ടുണ്ട്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി എനിക്കിപ്പോൾ സഞ്ജുവിൽ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് പുള്ളി കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ പുള്ളി ഒരു 4-5 ഇയേഴ്സ് കൊണ്ട് ഇന്ത്യയുടെ വൺ ഡേ ടീമിലും എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല മേ ബി ക്യാപ്റ്റൻ സ്ഥാനത്ത് വരെ എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് ഇന്ന് സഞ്ജു പെർഫോം ചെയ്തത്. സഞ്ജുവിൻ്റെ ഒരു തുടക്കം കൊണ്ട് മാത്രമാണ് ഇന്ത്യ 250+ എത്തുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സഞ്ജു ഇപ്പോൾ ഡക്കാവേ ഒന്നും എന്താ പറയുക റൺസ് കുറച്ചെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. 200 ഒതുങ്ങുക അല്ലെങ്കിൽ 200 താഴെ ഒതുങ്ങുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ്. സോ അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടാണ് സഞ്ജു ഫോം എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഇന്ത്യനെ ഒരു വലിയ രീതിയിലൂടെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഒരു ഇതാണ് കേട്ടോ. എന്തായാലും ബ്രില്യൻ്റ് ആയിട്ട് സഞ്ജു പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ സഞ്ജു ഇനി വരുന്ന IPL-ലും സഞ്ജു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഹി വിൽ ബി ദ ബെസ്റ്റ് ഫോർ ഷുവർ. എനിക്ക് അതാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് മാരകമായിട്ടാണ് പുള്ളി ഓരോ റൺസും അടിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നത്. ഒരു പ്രഷറും ഇല്ലാതെ ഒരു മെച്യൂർ ആയിട്ട് ഉള്ളൊരു ക്ലിയർ ഇന്നിങ്സ് ആണ് കണ്ടത്.